സോ ഗൈസ്, നമ്മുടെ വൺ പീസ് ചാപ്റ്റർ 1175 ഇറങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളിൽ എത്ര പേര് വായിച്ചു? നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ഒന്നല്ല ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ എനിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിയ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ ഇമൂസാമയും അതുപോലെ തന്നെ നിഡ് ഹോക്കും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് തിയറീസ് മാത്രമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ അത്ര വിളിക്കാൻ വരണ്ട. കാരണം ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, ഇത് വെറും തിയറീസ് മാത്രമാണെന്ന്. വേണമെങ്കിൽ ശരിയാകാം, വേണമെങ്കിൽ തെറ്റാവാം. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നേരിട്ട് വീഡിയോയിലേക്ക് പോകുക. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ സാഞ്ചി നമ്മുടെ റോബിനെ തൻ്റെ ഡിയാബ്ലെ ചാമ്പ ഉപയോഗിച്ച് ഫ്രീ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ജീംബെ പറയുന്നുണ്ട്, എക്സ്ട്രീം ഹീറ്റ് ഈ ത്രോൺസിന് താങ്ങാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ സമേഴ്സിൻ്റെ ത്രോൺസിൻ്റെ വീക്ക്നെസ് ഇവിടെ കാണിക്കുന്നുണ്ട്. എക്സ്ട്രീം ലെവൽ ഹീറ്റ്സ്. പിന്നെ നമ്മുടെ സോറോയും ഈ ത്രോൺസ് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മുടെ ലോക്കി ജെറോളിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലോക്കിയും ലൂഫിയും കൂടെ സമേഴ്സിൻ്റെ കാര്യവും മറ്റുള്ള ഡ്രീം മോൺസ്റ്റേഴ്സിൻ്റെ കാര്യവും നോക്കാൻ വേണ്ടി അങ്ങ് പോകുന്നുണ്ട് അവിടെ നിന്ന്. എന്നാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഇതിൽ നമ്മുടെ ഗോഡ് ഓഫ് വാറിനെയും നമ്മുടെ സൺ ഗോഡിനെയും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ സൺ ഗോഡിൻ്റെ വലിപ്പം ഏകദേശം നമ്മുടെ ഗോഡ് ഓഫ് വാറിൻ്റെ അത്ര തന്നെ ഉണ്ട്. എന്തായാലും ആ ടൈമിലെ ഗോഡ് ഓഫ് വാർ ഏകദേശം നമ്മുടെ ലോക്കീൻ്റെ അത്ര തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ലൂഫിക്കും നമ്മുടെ ലോക്കിയുടെ അതേ സൈസിൽ തന്നെ വലുതാകാൻ പറ്റും. കാരണം നമുക്കറിയാം, നമ്മുടെ ലൂഫിയുടെ പവർ ഇമാജിനേഷനാണ്. അപ്പോൾ ലൂഫി എന്ത് ഇമാജിൻ ചെയ്യുന്നു അത് നടക്കും. നമുക്കറിയാം, ഇത്രയും കാലം നമ്മുടെ ലൂഫി അത്രയും വലിയൊരു ഫോം കണ്ടിട്ടില്ലായിരുന്നു. ഇനിയിപ്പം ലോക്കീനെ കണ്ടതോടുകൂടി നമ്മുടെ ലൂഫിക്ക് ലോക്കീൻ്റെ അത്ര വലുതാകണമെന്ന് വിചാരിച്ചാൽ അത്ര വലുതാവാനും പറ്റും. അതുമാത്രമല്ല, ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പാനൽ നമുക്ക് ഈ ചാപ്റ്റർ കാണാൻ കഴിയും. അതുമാത്രമല്ല, നമ്മുടെ ജെറോൾ ഈ കാര്യമൊക്കെ പറയുന്നത് നമ്മുടെ ഷാഗിൻസിനോടും ഗബാനോടുമാണ്. പിന്നെ നമ്മുടെ ഗോഡ് ഓഫ് വാറിൻ്റെ കമ്പാനിയനായിട്ട് ഒരു സ്ക്വയറലിനെ അവിടെ കാണിക്കുന്നുണ്ട്. ഈ സ്ക്വയറലാണ് പിന്നീട് റാഗ്നിയറായി മാറുന്നതെന്നും നമ്മുടെ ജെറോൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത് ബ്ലാക്ക് നിക്ക ആണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. പിന്നെ നമ്മുടെ നിക്കയുടെ കയ്യിൽ 2 വെപ്പൺസും കാണുന്നുണ്ട്. ഈ വെപ്പൺസ് എന്തായാലും നമ്മുടെ സൺഗോഡ് പാസ്റ്റിൽ ഉപയോഗിച്ചൊരു സാധനമാണെന്ന് ഉറപ്പാണ്. എപ്പോഴൊക്കെ നമ്മുടെ സൺഗോഡിനെ കാണിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ വെപ്പൺസും കാണിക്കുന്നുണ്ട്. അതിനർത്ഥം എന്തായാലും നമ്മുടെ ലൂഫിക്ക് ഈ വെപ്പൺസ് ഫ്യൂച്ചറിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില തിയറിയിലൊക്കെ പറയുന്നുണ്ട്, ഈ വെപ്പൺസ് ഒന്ന് നമ്മുടെ സാഞ്ചിയോ ഒന്ന് നമ്മുടെ സോറോയോ ആണെന്ന്. വേണമെങ്കിൽ അങ്ങനെയോ ആവാം. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഇമൂസാമയുടെ റിയാക്ഷൻ കാണിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മുടെ നിഡ്ഹോക്കിനും അതുപോലെ തന്നെ നമ്മുടെ ഇമൂസാമയ്ക്കും പാസ്റ്റിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. ഈ കണക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ഇമൂസാമയുടെ സൈഡിലായിരിക്കും ആ ടൈമിലുണ്ടായിരുന്ന ഗോഡ് ഓഫ് വാർ ഉണ്ടായിരുന്നത്. കാരണം സൺ ഗോഡിൻ്റെ കൂടെ നമ്മുടെ ഗോഡ് ഓഫ് വാർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള റീസൺ ഈ ചാപ്റ്റർ കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ നിഡ്ഹോക്കും അതുപോലെ തന്നെ നമ്മുടെ ഇമൂസാമയും പാസ്റ്റിൽ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ടീം മെമ്പേഴ്സാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങൾ നമ്മുടെ വെഗപ്പങ്കിൻ്റെ ഒരു വാക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഏത് ഭാഗത്താണ് ശരി ഏത് ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് നമ്മുടെ വെഗപ്പങ്ക് പറയുന്നുണ്ട്. ഏൻഷ്യൻ ടൈമിൽ നടന്ന ആ വാറിൽ അപ്പോൾ നമ്മുടെ ഇമൂസാമയുടെ ഭാഗവും ജോയ് ബോയുടെ ഭാഗമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നമ്മുടെ വെഗപ്പങ്ക് പറയാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. സോ ഇതൊക്കെ നമ്മുടെ വൺ പീസിലെ അടുത്ത ചാപ്റ്റർ വരുമ്പോൾ ക്ലിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ആഴ്ചയും ബ്രേക്കൊന്നും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. സോ കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്തൊക്കെ നമ്മുടെ സമയത്ത് ബൈ ബൈ.